ഹായ് മക്കളെ, സം ബേസിക്കലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പോരി. നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ടു ഡിഫറെന്റ് കോമ്പൗണ്ട്. മനസ്സിലാക്കട്ടോ, ടു ഡിഫറെന്റ് കോമ്പൗണ്ട് ഏതൊക്കെ? NO ആൻഡ് NO2. എടാ, ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എല്ലാവരും അന്തം വിടും. ഇതിന്റെ ഉത്തരം ഇപ്പം എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കോ, ഡെഫിനിറ്റ് ആയിക്കോ, സംശയമായിരിക്കും അല്ലേ? എടാ, ഇതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടോ, നോക്കിക്കോ മക്കളെ. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കോമ്പൗണ്ട് അല്ലടാ, ആ രണ്ട് കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. രണ്ട് കോമ്പൗണ്ടും രണ്ട് എലമെന്റ്സും ആണെങ്കിൽ അത് ഏതായിരിക്കും കുഞ്ഞോ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? രണ്ട് എലമെന്റും രണ്ട് കോമ്പൗണ്ട് ഏതായിരിക്കും കുഞ്ഞോ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. പക്ഷെടാ, രണ്ട് കോമ്പൗണ്ടും മൂന്ന് എലമെന്റ് ഉണ്ടെങ്കിൽ മക്കളെ അതെന്തായിരിക്കും? ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അവ നോക്കിക്കോടാ, ഇവിടെ ഏതൊക്കെ എലമെന്റ് ഉണ്ട്? നൈട്രജൻ ഓക്സിജനും. അവിടെ നൈട്രജൻ ഓക്സിജനും. പക്ഷെ എത്ര കോമ്പൗണ്ട് ഉണ്ട്? NO എന്ന് പറഞ്ഞ കോമ്പൗണ്ടും NO2 എന്ന് പറഞ്ഞ വേറെ കോമ്പൗണ്ടും. രണ്ടും ഡിഫറെന്റ് കോമ്പൗണ്ടുകളാണ്. പക്ഷെ എലമെന്റുകൾ ഏതൊക്കെ? നൈട്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും നോക്കിക്കോ, അത് ഏതായിരിക്കും മക്കളെ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. സോ നെയിം ദ ലോ ഇല്ലുസ്ട്രേറ്റഡ് എന്ന് വെച്ചാൽ മക്കളെ അതാരടാ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. റെഡി ആണോ? എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചു വാരിയാണ്ട് എഴുതി കൊടുത്താൽ മതി മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നോക്കിയാലോടാ, നെക്സ്റ്റിലേക്ക് നോക്കാം. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ. എടാ, 360 gram ഓഫ് C6H12O6. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിച്ചു, സാറേ C6H12O6ന്റെ ഫോർമുല എന്ത് ചോദിച്ചു? മക്കളെ, അതെന്തായിരിക്കോടാ? പഠിച്ച വെച്ചോലിട്ടോ. ഗ്ലൂക്കോസിന്റെ ഫോർമുല മോളിക്കുലാർ മാസ് എത്ര ആയിരിക്കും മക്കളെ? 180 ആയിരിക്കും. ഓക്കെ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എത്ര? 44. കക്കോ3 അല്ലേ? കാൽഷ്യം കാർബണേറ്റ് എത്ര ആയിരിക്കും? 100. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മക്കളെ നെക്സ്റ്റ് ഒന്നാണ് നമുക്ക് യൂറിയ എന്ന് പറയും. NH2CONH2. യൂറിന്റെ മാസം എത്ര മക്കളെ? 60 ആണ് കേട്ടോ. ഓക്കെ അല്ലേടാ? നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ചോദിച്ചത് ഏതാടാ? C6H12O6 360 gram. നമ്പർ ഓഫ് മോൾസ് പറഞ്ഞോളി. ഗിവൺ മാസ് 360 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്ര? 180 അല്ലേ? ടിഷ് കട്ട് ചെയ്തു. 36/18 പറടാ. മാത്സിന്റെ മക്കളല്ലേ പറയുന്ന 2. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് കാണാൻ എന്തായിരിക്കും? യെസ്, നമ്മളെ ചങ്ങായി അവഗാഡ്രോ. യെസ്, 2 × 6.022 × 10⁻23. അപ്പോൾ മോളിക്യൂൾസ് കാണാൻ വേണ്ടി ചോദിച്ചത് മോളിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് കാച്ചിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാച്ചിയാൽ മതി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോ. നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ പ്രശ്നം എന്താ മക്കളെ? ഇവിടെ എത്ര ഉണ്ടടാ? 6 കാർബൺ, 12 അല്ലേ? 12 ഹൈഡ്രജനും 6 ഓക്സിജനും. 6+ 12+ 6. പറയുടെ ഉത്തരം എത്ര? 24. യെസ്, അതെ 24. സോ 24 ഇൻറ്റു മോൾ എത്രടാ? 2 ഇൻറ്റു അവഗാഡ്രോ എത്രടാ? 6.022 × 10⁻23. മക്കളെ, ചോദിച്ച വർഷം പറഞ്ഞിട്ടടാ 2014 2022. സെയിം ചോദ്യം, ഒരു മാറ്റമില്ല. 3 മാർക്ക് പോക്കറ്റ് കാക്കിയില്ലേ? ബാ. ഹായ് മക്കളെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലടാ. സം ബേസിക്കലെ പോരി. എടാ, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ മക്കളെ. എംപിരിക്കൽ ഫോർമുലയുടെ ഫസ്റ്റ് പോയിന്റ് പഠിച്ചോടി. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല. പക്ഷെ മോളിക്കുലാർ ഫോർമുല എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫോർമുല ഈസ് കോൾഡ് മോളിക്കുലാർ ഫോർമുല. മക്കളെ, എംപിരിക്കൽ ഫോർമുലയും മാസും മോളിക്കുലാർ ഫോർമുല മാസും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കോ. എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ ടു N × മോളിക്കുലാർ ഫോർമുല മാസ്. ഓക്കെ അല്ലേ? ഇനി N കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാ? N is equal to molecular formula mass divided by empirical formula mass ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? N കിട്ടും. ഓക്കെ അല്ലേടാ? സോ മക്കളെ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1 മാർക്കിനാട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് ചോദിക്കും. മക്കൾ ഓപ്ഷൻ ഉണ്ടാവും, മൊളാലിറ്റി ഉണ്ടാവും, മോൾ ഫ്രാക്ഷൻ ഉണ്ടാവും, മാസ് പെർസെൻറ്റേജ് ഉണ്ടാവും. മക്കളെ, എൻ്റെ മക്കൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എടാ, വോളിയം പെർസെൻറ്റേജ് വോളിയം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കുക. മക്കളെ, മാസ് പെർസെൻറ്റേജിൽ വോളിയം ഉണ്ടോ? മാസ് മാത്രമല്ലേ? എന്താ ഈ സാറ് പറയുന്നത്? മോൾ ഫ്രാക്ഷനിൽ ആര് മാത്രമേ ഉള്ളൂ? നമ്പർ ഓഫ് മോൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൊളാലിറ്റി
എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് അല്ലേ. പക്ഷെ കുഞ്ഞോ മൊളാരിറ്റിയിൽ ആരടാ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ യെസ് പറഞ്ഞ കുഞ്ഞോ വോളിയം അല്ലേ. സോ വോളിയം ടേംസ് ആയതാണ് മക്കളെ മൊളാരിറ്റി ആണ്. സോ ടെമ്പറേച്ചർ ആര് ഡിപ്പെൻഡ് ചെയ്യടാ മൊളാരിറ്റി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വോളിയം ഉണ്ടോ അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. സോ മൊളാരിറ്റി ഉണ്ട് വോളിയം ഉണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തു. പോക്കറ്റിക്ക് എത്ര മാർക്ക് വീണു 1 മാർക്ക്. 2020 23 24 ചോദിച്ച ക്വസ്റ്റ്യൻ ആ മക്കളത്. നീറ്റ് എക്സാമിന് വരെ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലടാ റെഡി മക്കളെ. ബേസിക്കല് ചെറിയൊരു കുഞ്ഞ് പ്രോബ്ലമാറ്റിക് ചെയ്താലോ സിമ്പിൾ ആട്ടോ നോക്കിക്കോ. Find the molarity prepared by the dissolving 40 gram NaOH in 250 ml. ഓക്കെ അല്ലേ എടാ മൊളാരിറ്റി കാണാനല്ലടാ. മൊളാരിറ്റി കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ കുഞ്ഞോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം. മക്കളെ ഇവിടെ വോളിയം എന്തിലടാ മില്ലി ലിറ്ററിലല്ലടാ. അപ്പൊ നമ്മൾ വോളിയം മില്ലി ലിറ്റർ തന്നെ എഴുതിച്ചാൽ മതി ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തേടാ മേലെ ഇൻറ്റു എന്ത് കൊടുക്കണടാ 1000 കൊടുക്കണം. ഓക്കെ അല്ലേ ലിറ്റർ ആണെങ്കിലും ഇന്റെ കുഞ്ഞോളം എന്താ ചെയ്താൽ വേണ്ട അല്ലേ 1000 കൊണ്ട് ഇൻറ്റു വേണ്ട. മില്ലി ലിറ്ററിലാണെങ്കിലും എന്ത് ചെയ്താൽ മതിടാ ഇൻറ്റു താലും നമുക്ക് തെറ്റിപ്പോവില്ലേ അവിടെ 3 മാർക്ക് വെറുതെ നഷ്ടപ്പെടൂലേ. സോ അതിനാണ് ഞാൻ ആ ട്രിക്ക് പറഞ്ഞത് കേട്ടോ. ഇനി മക്കളെ അവിടെ നമ്പർ ഓഫ് മോൾസ് വന്നിട്ടില്ല പക്ഷെ ഗീവൺ മാസ് വന്നിട്ടുണ്ട്. എത്ര 40 ഗ്രാം. ഓക്കെ അല്ലേ 40 ഡിവൈഡഡ് ബൈ NaOH അല്ലേ Na23 അല്ലേ. സോഡിയത്തിന്റെ മാസം 23 ആണല്ലേ. ആ ഓക്സിജന്റെ മാസം എത്ര 16 എച്ചിന്റെ മാസം എത്ര 1. അപ്പൊ എത്ര ആയിരിക്കും NaOHന്റെ മോളാർ മാസ് 40. സോ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് എത്ര 40 ഡിവൈഡ് ബൈ NaOHന്റെ മാസം എത്ര അതും 40. ടിഷ് കട്ട് ചെയ്തു 4/4 എത്ര 1 അല്ലേ. അപ്പൊ 1 കിട്ടിയില്ലേ. സോ 1 ഡിവൈഡ് ബൈ വോളിയം എത്രടാ 250 ഇൻറ്റു 1000. കട്ട് ചെയ്യാൻ പറ്റുമോ ആ കട്ട് ചെയ്യാം 250 1000 എത്ര ഉണ്ട് 4 കേട്ടോ 4. സോ 4 ഇൻറ്റു 1 എത്രടാ 4. കഴിഞ്ഞോ ഉത്തരം തെറ്റാ 4 വെറും ഉത്തരം ശരി 4 വെറും 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുൾ മാർക്ക് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം യൂണിറ്റ് ഇടണം. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താടാ മോളാർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയടാ മോൾ പെർ ലിറ്റർ എന്ന് പറയും. ഓക്കെ ആണോടാ ഓക്കെ. ഹായ് മക്കളെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഷുവർ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാ കൺക്ലൂഷൻ ഓഫ് റുദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ജസ്റ്റ് അതിന്റെ കൺക്ലൂഷൻ മാത്രം 3 മാർക്കിനോട്ടോ ക്വസ്റ്റ്യൻ വരിക നോക്കിക്കോ. മോസ്റ്റ് ഓഫ് സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി അല്ലേ. ആ ഒരു പർട്ടിക്കിൾസിന്റെ മിക്ക പർട്ടിക്കിൾസ് ഇങ്ങനെ പോവാ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ നേരെയല്ലേ പോവാ. ഓക്കെ അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്തെന്താണ് അറ്റ് സെന്റർ ഓഫ് ആറ്റം ദ പോസിറ്റീവ് ചാർജ് ഈസ് കാൾഡ് ന്യൂക്ലിയസ്. ഓക്കെ ദ വോളിയം ഓഫ് സ്പേസ് volume occupied by nucleus is negligible വളരെ ചെറുതാണ് as compared to the total volume of atom അല്ലേ. total volume of atom ആറ്റത്തിന്റെ വോളിയം കമ്പയർ സമയത്ത് ന്യൂക്ലിയസിന്റെ വോളിയം എന്താ വളരെ ചിന്നതാണ് ചെറുതാണ്. ഓക്കെ അല്ലേ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹായ് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബാ ഒബ്സർവേഷൻ അല്ലേ. ആര് ഒബ്സർവേഷൻ ആടാ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ആട്ടോ. നോക്കാം ആൽഫ പാർട്ടിക്കിൾസ് പറയുന്നത് മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ എ സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് എനി ഡീവിയേഷൻ അല്ലേ. എന്താണ് സം പോർഷൻ ഓഫ് അല്ലെ വളരെ ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തോടാ ഡിഫ്ലക്റ്റഡ് അറ്റ് സ്മോൾ ആംഗിൾസ് അല്ലെ. ടിഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലെ ജാക്സന്റെ ഇരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടില്ലേ ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് ചില ആൽഫ പാർട്ടിക്കിൾസ് കുറെ അങ്ങോട്ടും പോയി കുറെ ഇങ്ങോട്ടും പോയി. ഓക്കെ അല്ലേ. സോ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ ബൗൺസ്ഡ് ബാക്ക് അല്ലെ. പോയിട്ട് ടിഷ് അതേവർക്ക് തിരിച്ചു വന്നു അല്ലെ. നമ്മളുടെ ഈശ്വരിക്ക് അംഗനവാടിക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളങ്ങോട്ട് പോകും അമ്മമാർ പേരിക്കുന്ന സമയത്ത് നേരെ അതേക്ക് തിരിച്ചു വരും അതേമാതിരിക്കാണ് ആൽഫ പാർട്ടിക്കിൾസ് അല്ലെ. നേരെ പോയിട്ട് അതേമാതിരിക്ക് തിരിച്ചു വരും. ഓക്കെ അല്ലേടാ. ഹായ് മക്കളെ നെക്സ്റ്റ് നോക്കിക്കോടാ റുദർഫോർഡ് മോഡലിന്റെ ഡ്രോബാക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻ അല്ലേ. ബാ പോരി മക്കളെ. റുദർഫോർഡിന്റെ ഒന്നാമത്തെ ഡ്രോബാക്ക് എന്താടാ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. He cannot explain the stability of atom. He cannot explain the stability of atom. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ he cannot explain the electronic structure of atom അല്ലേ. 2 പോയിന്റ് മതി 2 മാർക്ക് പോക്കറ്റിലേക്ക് ആക്കി. റെഡി ആണോ
മക്കളെ നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, സീരീസും സ്ട്രക്ചറൽ റീജിയൻ നോക്കാം മക്കളെ. 4 സീരീസ്. യെസ്, ലെയ്മൻ, ബാൽമർ, ഫാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇത് നമുക്ക് അറിയും, പക്ഷെ അതിന്റെ സ്പെക്ട്രൽ റീജിയൻ അറിയോ? അറിയില്ല. ട്രിക്ക് ഉണ്ട്, ഇങ്ങോട്ട് പോയിക്കോടി മക്കളെ. ലെയ്മന് ആരുമായി ഇഷ്ടപ്പെട്ടുടാ? യുവിയുമായി ഇഷ്ടപ്പെട്ടു അല്ലെ. ലെയ്മൻ അല്ലെ. എടാ നമ്മളൊക്കെ ലെയ്മ് കുടിക്കാണ്. ലെയ്മ് കുടിക്കുന്ന സമയത്ത് യു വി റേഡിയേഷൻ വന്നു അല്ലെ, യു വി ലൈറ്റ് വന്നു. അതൊക്കെ ലെയ്മിന് ആര് ഇഷ്ടമാണടാ? യുവിന് ഇഷ്ട. സോ ലെയ്മൻ ആരെ ഇഷ്ടപ്പെട്ടു? യുവിനെ ഇഷ്ടപ്പെട്ടു. ബാലൻ ആരെ ചോദിച്ചുടാ? വിസിബിളിനെ, വിസ്മയെ ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലെ. ലെയ്മന് യുവിയെ, ബാലൻ വിസ്മയെ. ലെയ്മൻ യുവിയെ, ബാൽമൻ വിസ്മയെ. ബാക്കി എല്ലാവരും എന്താണ്? IR. ബാക്കി എല്ലാവരും എന്താണ്? IR. ഇനി ബ്രാക്കറ്റ്, ഫണ്ട്, പിന്നെ അപ്പോൾ ഫാഷൻ ഒക്കെ എന്താണ്? IR റീജിയൻ. മറക്കുവോ? മറക്കരുത്. 3 മാർക്കാണ് അതിനൊക്കെ. റെഡി ആണോടാ? സോ ഹായ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നോക്കിക്കടാ. 4 കോണ്ടന്റ് നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ പറയും? ഏതൊക്കെ? ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. 2 മാർക്കിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ വൺ ഏതാടാ? യെസ്, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. രണ്ടാമത്തെ എന്താടാ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. മൂന്നാമത്തെ എന്താടാ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. നാലാമത്തെ എന്താടാ? സ്പിൻ കോണ്ടന്റ് നമ്പർ. അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അക്ഷരം ഏതാണ്? N. അസിമുത്തൽ എന്താടാ? L. മാഗ്നറ്റിക് എന്താ? സ്മോൾ M. അതുപോലെ തന്നെ സ്പിന്നിന് എന്താടാ? എസ്, സ്മോൾ ഡ്രസ്. ഓക്കെ അല്ലേ. 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും കേട്ടോ. പഠിച്ച് പോകണം കേട്ടോ. ഹായ് മക്കളെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ ഏതാനും ചില ക്വസ്റ്റ്യൻ നോക്കിയാലടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, ബ്ലോക്കുകളെ പറ്റിയിട്ട് അല്ലേ. ഏതൊക്കെയാ ബ്ലോക്ക് ഉണ്ടടാ? S ബ്ലോക്ക് ഉണ്ട്, P ബ്ലോക്ക് ഉണ്ട്, D ബ്ലോക്ക് ഉണ്ട്. ഏത് ബ്ലോക്ക് ഉണ്ടടാ? F ബ്ലോക്ക് ഉണ്ട്. ഓക്കെ അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ വരാം. ഓക്കെ അല്ലേ. എടാ F ബ്ലോക്കിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ടാ? ലാന്തനോയിഡ്സ്. 6ാം പീരീഡിൽ ആരുണ്ടടാ? ലാന്തനോയിഡ്സ്. 7ാം പീരീഡിൽ ആരുണ്ടടാ കുഞ്ഞോ? ആക്ടിനോയിഡ്സ്. 6ാം പീരീഡിൽ ലാന്തനോയിഡ്സ്, 7ാം പീരീഡിൽ ആക്ടിനോയിഡ്സ്. ഓക്കെ ആണോ? സോ ഇനി ഡി ബ്ലോക്കിന്റെ പ്രത്യേകത നോക്കിക്കോ. എടാ ഡി ബ്ലോക്ക് 3 മുതൽ 12 വരെ ഗ്രൂപ്പിലാണ് ആര് കാണപ്പെടുക? നമ്മുടെ പ്രിയപ്പെട്ടവനായ ഡി ബ്ലോക്ക് കാണപ്പെടുക. റെഡി ആണോ? എടാ ഡി ബ്ലോക്ക് എടാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക. ഡി ബ്ലോക്കിലെ എലമെന്റ്സ് എന്താടാ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ ഇവർക്കടാ വേറെ പ്രോപ്പർട്ടി എടാ കളേർഡ് നേച്ചർ ഉണ്ട് അല്ലേ. ഇവരുടെ കോമ്പൗണ്ടുകളൊക്കെ എന്തായിരിക്കും മക്കളെ? കളേർഡ് ആയിരിക്കും. മിക്ക കോമ്പൗണ്ടുകളൊക്കെ എന്തായിരിക്കും എടാ? കളേർഡ് കോമ്പൗണ്ടുകളായിരിക്കും. മതി. നെക്സ്റ്റ് പി ബ്ലോക്ക് നോക്കിക്കോ. എടാ പി ബ്ലോക്കിലെടാ 13 മുതൽ 18 വരെ ഗ്രൂപ്പാണ് മക്കളെ ഏത് ബ്ലോക്കിൽ കാണപ്പെടുക കുഞ്ഞോ? പി ബ്ലോക്കിൽ കാണപ്പെടുക. ഈ പി ബ്ലോക്കിൽ ആരൊക്കെയാണെടാ? യെസ്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തിനടാ? മെറ്റലോയിഡ്സ് ഉണ്ട് അല്ലേ. എല്ലാ പല കൂട്ടങ്ങളും എവിടെ ഉണ്ടടാ? പി ബ്ലോക്കിലുണ്ട്. ഓക്കെ അല്ലടാ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടടാ ഈ ഒരു 13ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താടാ? ബോറോൺ ഫാമിലി. 14നെ പറയുന്ന പേരെന്താടാ? പറയടാ. കാർബൺ ഫാമിലി. 15നെ പറയുന്ന പേരെന്താടാ? നൈട്രജൻ ഫാമിലി. 16നെ പറയുന്ന പേര് ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻസ് ഫാമിലി ഒക്കെ പറയും കേട്ടോ. 17നെ പറയുന്ന പേര് ഹാലജൻ. 18നെ പറയുന്നത് എന്താടാ? നോബിൾ ഗ്യാസ്. ഓക്കെ അല്ലേ. അതുകൊണ്ട് ഇതാ മക്കളെ നെക്സ്റ്റ് വേണടാ എസ് ബ്ലോക്ക് അല്ലേ. എസ് ബ്ലോക്കിൽ മക്കളെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ് എവിടെ കാണപ്പെടുക? എസ് ബ്ലോക്കിൽ കാണപ്പെടുക. ഇവന്മാരുടെ ഓക്സിഡേഷൻ റേറ്റ് ഒന്നില്ലെങ്കിൽ +1 അല്ലെങ്കിൽ എന്താടാ? +2. ഓക്കെ അല്ലേ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ മക്കളെ എസ് ബ്ലോക്കുകളൊക്കെ എന്തായിരിക്കും മക്കളെ? മെറ്റൽസുകളായിരിക്കും. മറന്നു പോകരുത്. റെഡി ആണോടാ? ശരി. ഓക്കെ. ഹായ് മക്കളെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. വാ. മെന്റലീവ്സ് പീരിയോഡിക് ടേബിളും മോഡേൺ പീരിയോഡിക് ടേബിളും എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിട്ടും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ മെന്റലീഫിന്റെയും മോഡേൺ പീരിയോഡിക് ടേബിളും. റെഡി ആണോടാ? ഓക്കെ അല്ലേ. എടാ മോഡേൺ പീരിയോഡിക് ടേബിള് എടാ എന്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തടാ? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. റെഡി ആണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ മോഡേൺ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ എടാ പറയടാ മോഡേൺ പീരിയോഡിക് ടേബിള് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാടാ? യെസ്, നമ്മളെ ആശാൻ ആരടാ? ഹെൻറി മോസ്ലി. ഓക്കെ അല്ലടാ? സോ അങ്ങനെയാണ് മക്കളെ മെന്റലീഫ് പീരിയോഡിക് ടേബിള് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ഇത്തനുണ്ടടാ മെന്റലീഫ്. പക്ഷേടാ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ മക്കളെ. മെന്റലീഫ് പീരിയോഡിക് ടേബിള് എന്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തടാ? എന്തിന്റെ അടിസ്ഥാനത്തിലടാ? അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറേഞ്ച് ചെയ്തത്.
റെഡിയാണോ? അറ്റോമിക് മാസ്. അപ്പോൾ മക്കളെ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പർ, മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പർ, മെന്റലി പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ്. മറന്നു പോരുത് കേട്ടോ കുഞ്ഞോ. ഞാൻ എങ്ങനെ പഠിച്ചിരിക്കണടാ? മാൻ ഓർത്താൽ മതി. മാന് ഇതാ മാൻ. നമ്മൾ മാൻ, പവർഫുൾ മാൻ അല്ലേ? മാനിന്റെ അമ്മ എന്താടാ? മോഡേൺ. എ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പർ. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിൾ മാൻ, അറ്റോമിക് നമ്പർ. ഓക്കെ ആണോ? ശരി. ഹായ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. എടാ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതെല്ലാം ഗ്രൂപ്പുകളെ കാണപ്പെടുക മക്കളെ? പറയടാ. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലാണ് ആര് കാണപ്പെടുക കുഞ്ഞോ? ട്രാൻസിഷൻ എലമെന്റ്സ് കാണപ്പെടുക. എടാ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താടാ? ട്രാൻസിഷൻ എലമെന്റ്സുകൾ എന്തായിരിക്കും? കളേർഡ് നേച്ചർ ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് നേച്ചർ ഉണ്ടായിരിക്കും? കളേർഡ് നേച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താടാ? ഇവന്മാർക്കടാ വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റാ. എന്താ കുഞ്ഞോ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. എന്താടാ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. റെഡി ആണോടാ? മതി. 3 പോയിന്റ് മതി. 2 മാർക്ക് കിട്ടോടെ. ഓക്കെ അല്ലേടാ? ശരി. ഹായ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ അയോണൈസേഷൻ എന്താൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും. എന്താ മക്കളെ അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? സോ മക്കൾ എത്ര ഉള്ളടാ? ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി, ആ എനർജിയാണ് മക്കളെ എന്ത് എനർജിയുടെ? അയോണൈസേഷൻ എന്താൽപ്പി. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ ആവശ്യമായ, ഇലക്ട്രോൺ സ്വീകരിക്കാൻ ആവശ്യമായ എനർജിയാണ് എന്ത്? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. പക്ഷെ നമ്മളോട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാൽ അയോണൈസേഷൻ എന്താൽപ്പി പീരീഡിൽ എങ്ങനെയായിരിക്കും, ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും ചോദിക്കുക. മക്കളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താടാ? വെർട്ടിക്കൽ കോളം. പീരീഡ് എന്ന് പറയുന്നത് എന്താ? ഹൊറിസോണ്ടൽ കോളം. ഓക്കെ അല്ലേടാ? ശ്രദ്ധിക്ക് മക്കളെ. അയോണൈസേഷൻ എന്താൽപ്പി ഗ്രൂപ്പിൽ എങ്ങനെ, പീരീഡിൽ എങ്ങനെ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ആരെ നോക്കടാ? സൈസ് നോക്കുക. ഓക്കെ അല്ലേ? എടാ സൈസ് ഗ്രൂപ്പിൽ പീരീഡിൽ കേട്ടോ മക്കളെ. സൈസ് ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും മക്കളെ? ഇൻക്രീസ് ചെയ്യാവും. സൈസ് ഗ്രൂപ്പിൽ എന്താ? ഇൻക്രീസ് ചെയ്യുക. പക്ഷെ പീരീഡിൽ എന്താടാ? ഡിക്രീസ് ചെയ്യാണ്. പീരീഡിൽ എന്താടാ? ഡിക്രീസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? പക്ഷേ അയോണൈസേഷൻ എന്താൽപ്പി ആയിക്കോട്ടെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആയിക്കോട്ടെ, ഗ്രൂപ്പിൽ എന്താ മക്കളെ? നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിക്രീസ്. ഓക്കെ അല്ലേ? അപ്പം പീരീഡിലോ? പീരീഡിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻക്രീസ്. ഐഡിയ കിട്ടിയോ? ഇത്രേ ഉള്ളൂ സാധനം. സൈസിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേടാ? അതിൻ്റെ അർത്ഥങ്ങൾ സൈസും പഠിച്ചു, ഈ ഒരു അയോണൈസേഷൻ താല്പര്യം ഇലക്ട്രോഗെയിൻ താല്പര്യൻ്റെയും പഠിച്ചു. റെഡിയാണോ? നോക്കിക്കോ. ഹായ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലടാ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നാട്ടോ. നോക്കിക്കോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ അല്ലേടാ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫസ്റ്റ് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. ഒന്ന് പോളിംഗ് സ്കെയിൽ അല്ലെങ്കിൽ മുള്ളിക്കൽ ജാഫർ സ്കെയിൽ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്താട്ടോ. സോ നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്? ആരായിരിക്കും മക്കളെ? ഫ്ലോറിൻ ആണ്. ഫ്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്ര കുഞ്ഞോ? 4 ആണ് കേട്ടോ. എത്ര ആയിരിക്കോടാ? 4 ആയിരിക്കും. പഠിച്ചാണ് കേട്ടോടാ. റെഡി ആണോടാ? ഓക്കെ.